വയനാട്ടിൽ അനധികൃത നിലം നികത്തലിനെതിരെ നടപടിയെടുത്ത വില്ലേജ് ഓഫീസറെ ഭീഷണിപ്പെടുത്തിയ സംഭവത്തിൽ പോലീസ് കേസെടുത്തു. ഷമീർ കുഴിനിലം എന്നയാൾക്കെതിരെയാണ് മാനന്തവാടി പോലീസ് കേസെടുത്തത്. ഇയാൾ വാട്സാപ്പിലൂടെ ഓഫീസറെ ഭീഷണിപ്പെടുത്തുകയായിരുന്നു. വിവരങ്ങളുമായി സുർജിത്ത് അയ്യപ്പൻ ചേരുന്നു. സുർജിത്ത്, വിവരങ്ങൾ. ഈ സംഭവത്തിന് ആധാരമായിട്ടുള്ളത് ഈ വില്ലേജ് ഓഫീസറായിട്ടുള്ള എസ് രാജേഷ് കുമാറിനെ അദ്ദേഹം മാനന്തവാടിയിലെ വില്ലേജ് ഓഫീസറായിരുന്നു. അവിടെ അനധികൃതമായുള്ള മണ്ണെടുപ്പ് അടക്കമുള്ള ഖനന പ്രവർത്തനങ്ങൾക്കെതിരെ ശക്തമായ നിലപാടെടുത്ത ആളാണ്, ഓഫീസറാണ് രാജേഷ് കുമാർ. അദ്ദേഹത്തെ 9 മാസം കാലാവധിയായിരിക്കെ അദ്ദേഹത്തെ തൊണ്ടർനാട്ടേക്ക് സ്ഥലം മാറ്റുന്നൊരവസ്ഥ ഉണ്ടായിരുന്നതിന് പിന്നാലെയാണ് ഭീഷണി സന്ദേശം എത്തിയത്. ഷമീർ കുഴിനിലം എന്നു പേരുള്ള ആളാണ് ഭീഷണിപ്പെടുത്തിയത്. അതായത് കാസർഗോഡേക്ക് സ്ഥലം മാറ്റുമെന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ പറഞ്ഞുള്ള ഭീഷണിയാണ് ഉണ്ടായത്. ഇതിൽ കാരണം ഈ ഷമീർ ഈ വള്ളിയൂർക്കാവ് പ്രദേശത്ത് മണ്ണെടുപ്പ് നടത്തിയിരുന്നു. ആ മണ്ണെടുപ്പുമായി ബന്ധപ്പെട്ട JCB പിടിച്ചെടുക്കുകയും മണ്ണെടുപ്പിന് തടസ്സം സൃഷ്ടിക്കുകയും ചെയ്തു. ഇതിന്റെ ഭാഗമായുള്ള വിരോധം മൂലമാണ് ഇത്തരത്തിൽ ഒരു ഇടപെടൽ ഉണ്ടായതെന്ന് കാണിച്ച് തഹസിൽദാർക്ക് ഉൾപ്പെടെ പരാതി നൽകിയിരുന്നു. കളക്ടറുടെ നിർദ്ദേശാനുസരണമാണ് ഇപ്പോൾ മാനന്തവാടി പോലീസ് കേസ് രജിസ്റ്റർ. പക്ഷേ നിസാര വകുപ്പുകളാണ് ചുമത്തിയതെന്നുള്ള ആക്ഷേപവും ഉയരുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. സുജിത്ത് അയ്യപ്പത്താണ് വാർത്താ വിശദാംശം നൽകിയത്. മണ്ണ് മാഫിയക്കെതിരെ നടപടിയെടുത്തതിനായിരുന്നു വില്ലേജ് ഓഫീസർക്ക് ഭീഷണി.